ഈ പട്ടയത്തിൻ്റെയും ഭൂമി വിതരണത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഒരു അനുഭവം കൂടി ഓർമ്മിപ്പിക്കാം. നവകേരള സദസ് നടക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ കൊല്ലം ബീച്ചിലൂടെ നടന്നു പോകുമ്പോഴാണ് ബീച്ചിൽ നിവാസികളായിട്ട് തലമുറകളായി പട്ടയം കിട്ടാതെ കഴിയുന്ന മനുഷ്യർ വളരെ നിരാശരായി ഒട്ടേറെ വാതിലുകൾ ഒട്ടേറെ ഓഫീസുകളിൽ കയറി ഇറങ്ങി എന്ന് പറഞ്ഞ് ഒരു അനുഭവം ഞങ്ങളുടെ മുമ്പിലെത്തിയപ്പോഴാണ് മിനിസ്റ്ററുടെയും അതുപോലെ തന്നെ അന്ന് മന്ത്രി പി രാജീവും ഉണ്ടായിരുന്നു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും നിങ്ങൾ അവരോട് പോയി സംസാരിക്കുകയും ചെയ്തത്. അവർക്കെല്ലാം ഭൂമി കിട്ടി. നമ്മൾ മുമ്പിൽ വെച്ചിട്ടാണ് ദീർഘമായിട്ടുള്ള 30 വർഷക്കാലത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശരത്തിൻ്റെ രാജീവ് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ അവർ ഈ പ്രശ്നം പറയുന്നത്. 1 വർഷക്കാലം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്കെല്ലാം ഭൂമി കൊടുക്കാവുന്ന സംവിധാനമുണ്ട്. ഞാനീ നിലമ്പൂർ തന്നെ ആലോചിക്കുകയാണ്. 4008 കുടുംബങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി. 6 വില്ലേജുകളിൽ ഈ നിലമ്പൂരിൽ ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 വില്ലേജുകൾ പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ള പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്തെന്ന് പൊതുസമൂഹത്തിനറിയാം. ഈ ഗവൺമെൻറ് 2 ഗവൺമെൻറ് അധികാര കാലയളവിനുള്ളിൽ 4 ലക്ഷത്തിലേറെ മനുഷ്യർക്ക് ഭൂമി കൊടുത്ത വളരെ അഭിമാനകരമായിട്ടുള്ള അനുഭവമല്ലേ നമ്മുടെ മുമ്പിലുള്ള. അവരോടുള്ള സമീപനം ഏറ്റവും ആദിവാസി വിഭാഗമാണ് യഥാർത്ഥ ഭൂമിയുടെ ഉടമസ്ഥന്മാർ. അവർക്ക് ആ വിധത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയും അവരോടുള്ള നിലപാടും.